കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ നവകേരള സദസ്സിൽ എത്ര സ്കൂളുകളുടെ മതിലിടിഞ്ഞു എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് AP അനിൽകുമാറാണ് ചോദിച്ചത്. അത് ശേഖരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അത് അൺസ്റ്റാർഡ് ആക്കിയതിനു ശേഷം പറയുന്നതാണ് ശേഖരിച്ചു വരുന്നു. ആ സഭാ സെഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യത്തിലൊക്കെ കൃത്യമായി മറുപടി നൽകേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ 3 സമ്മേളനത്തിലും അങ്ങനെ മറുപടി നൽകിയിട്ടില്ല. മറുപടി നൽകാത്ത ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. അൺസ്റ്റാർഡായ ക്വസ്റ്റ്യൻസ് ആയാലും സഭാ സമ്മേളനം മുമ്പ് തന്നെ കൊടുക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. ഇനി എല്ലാം സ്റ്റാർഡായി കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റാർഡായി തന്നെ ചോദിക്കാൻ പറ്റണമെന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെ അൺസ്റ്റാർഡ് ആക്കുന്നതിലാണ് രാഷ്ട്രീയം ഉണ്ടാകുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട് ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം, അത് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ടി വരുന്നു എന്നിടത്ത് അത് തടയുകയാണ്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കിയാണ് സ്പീക്കർ ചെയ്തു കൊടുക്കുന്നത്. അവിടെ തന്നെ വിവേചനം ആരംഭിക്കുകയാണ്. അതേസമയം PV അൻവറുമായി ബന്ധപ്പെട്ട് PV അൻവർ ഇപ്പോൾ പിണങ്ങിയില്ലായിരുന്നെങ്കിൽ ആ ചോദ്യം ഉൾപ്പെടുത്തില്ലായിരുന്നു, അൺസ്റ്റാർഡ് ആയനെ. PV അൻവറുമായി ബന്ധപ്പെട്ട് ഫോൺ ചോർത്തൽ വിവാദം അത് സ്റ്റാർ ക്വസ്റ്റ്യനായി ചേർത്തിട്ടുമുണ്ട്.